എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ലൂഫി അവനാണെങ്കിൽ വീണ്ടും ഫൈറ്റ് ചെയ്യാനായിട്ട് അങ്ങനെ റെഡി ആയിട്ട് നിൽക്കും. ഇത്തവണ ലൂഫിയായിട്ട് ഫൈറ്റ് ചെയ്യുന്നത് അത് മറ്റാരുമല്ല, ഇവിടെ മുഖത്ത് ആഞ്ഞു തുപ്പിയും അച്ചറും പൊച്ചറും തുപ്പല് തെറിപ്പിക്കുകയൊക്കെ ചെയ്ത നമ്മുടെ ആട് തലയൻ വാർഡൻ. അവനാണെങ്കിൽ വീണ്ടും ചുറ്റും കൂടി നിൽക്കുന്നവരുടെ മുഖത്തൊക്കെ ആഞ്ഞു തുപ്പി ഹായായിട്ട് നടന്നു വരും. ആളെ കാണുമ്പോൾ തന്നെ എല്ലാവരും നാനാ വഴിക്ക് ഓടുകയാണ്. അവൻ ലൂഫിയുടെ അടുത്തേക്ക് വന്ന്, നിനക്ക് ഞാൻ ഓൾറെഡി ഒരു വാർണിംഗ് തന്നതല്ലേ, എന്നിട്ട് വീണ്ടും വീണ്ടും നീ ഇപ്പോൾ ഓരോ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാണല്ലേ, തീർച്ചയായിട്ടും നീ ഒരു പാഠം പഠിക്കണം. അങ്ങനെ അവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്യാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുമ്പോഴായിരിക്കും വേറൊരു ഗിഫ്റ്റർ അവിടേക്ക് പന്ത് പോലെ ഉരുണ്ടുരുണ്ട് വരിക. അവനാണെങ്കിൽ ഏകദേശം ഒരാമയുടെ ഒക്കെ ഷേപ്പാണ്. അവന്റെ കയ്യിൽ ഒരു ഗണ്ണുണ്ട്. അതിലെ ഷാർപ്പ് ബുള്ളറ്റ്സ് അത് സീപ്രസൻ സ്റ്റോൺ കൊണ്ട് ഉണ്ടാക്കിയതാണ്. അവൻ ആ ഗണ്ണൊക്കെ കാണിച്ച് ഇപ്പോൾ ലൂഫിയുടെ മുൻപിലേക്ക് വരും. ഇവിടെ ക്വീൻ ആണെങ്കിൽ വീണ്ടും വീണ്ടും ആ സൂപ്പൊക്കെ കുടിച്ച് ഹായായിട്ട് ഈ കാഴ്ചകളൊക്കെ കാണും. ആ ആമത്തലയൻ ഇപ്പൊ ലൂഫിയെ ഭീഷണിപ്പെടുത്തും. ഞങ്ങൾ ഒരിക്കലും നിങ്ങൾ അത്ര പെട്ടെന്ന് കൊന്നു കളയില്ല. നീയും ഈ അപ്പാപ്പനും, നിങ്ങൾ രണ്ടുപേരും ഞങ്ങൾക്കൊരു ലെസൺ ആണ്. നിങ്ങളിലൂടെ ഇവിടെയുള്ളവർക്ക് എല്ലാവർക്കും ഞങ്ങളൊരു പാഠം പഠിപ്പിച്ചു കൊടുക്കും. ഒരിക്കലും ഇവിടുത്തെ റൂൾസ് അത് ബ്രേക്ക് ചെയ്യാനോ ഞങ്ങളുടെ അടുത്ത് ഉത്തരം പറയാനോ മോശമായിട്ട് പെരുമാറാനോ പാടില്ല. സോ നിങ്ങളാണ് അതിന് പറ്റിയ ഗൈഡൻസ് എന്ന് പറഞ്ഞ് ആദ്യം അപ്പാപ്പന്റെ നേർക്ക് എല്ലാവരും ഗണ്ണ് പോയിന്റ് ചെയ്യും. ഇവിടെ ലൂഫിക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. കാരണം ആ വില്ലന്റെ കയ്യിൽ പ്രിസൺ ബുള്ളറ്റ് ഇജക്ട് ചെയ്യുന്ന ഗണ്ണാണ്. സോ അതുകൊണ്ട് തന്നെ ലൂഫി അങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും. അവരാണെങ്കിൽ ഇപ്പൊ അപ്പാപ്പന് നേരെ ഗണ്ണ് ചൂണ്ടിയിരിക്കുകയാണ്. അതിന് ലൂഫി നൈസായിട്ട് പറയും, ഞാൻ പറയുന്നത് പോലെ കറക്റ്റായിട്ട് ചെയ്യണം. ആദ്യം നിങ്ങളുടെ റൈറ്റിലേക്ക് ഓടണം. ഒരു 10 സ്റ്റെപ്പ് കഴിയുമ്പോൾ പതിയെ തല കുനിച്ച് വീണ്ടും മുൻപോട്ടേക്ക് ഓടി റൈറ്റിലേക്ക് ടേൺ ചെയ്ത് ചാടി നിൽക്കണം. അപ്പാപ്പനാണെങ്കിൽ അത് കേൾക്കേണ്ട താമസം നേരെ റൈറ്റിലേക്ക് ഓടും. അവരുടെ ബുള്ളറ്റ്സ് അതിൽ നിന്ന് മിസ്സായി അപ്പാപ്പൻ ആടുതലേന്റെ മുൻപിലെത്തും. ലൂഫി പറഞ്ഞതുപോലെ അപ്പാപ്പൻ തല കുനിക്കും. തല കുനിച്ചതുകൊണ്ട് തന്നെ അവന്റെ തുപ്പല് അപ്പാപ്പന്റെ തലയിൽ വീഴില്ല. അതിനുശേഷം മുൻപോട്ടേക്ക് പോയി ചാടി ടേൺ ചെയ്ത് നിൽക്കും. അവസാനമായിട്ട് ലൂഫി ആണെങ്കിൽ അപ്പാപ്പനോട് എടുത്തു ചാടാൻ പറയും. അതനുസരിച്ച് അപ്പാപ്പൻ എടുത്തു ചാടും. അപ്പാപ്പന്റെ കാല് ചെന്ന് ആടുതലയൻ വൈസ്വാർഡന്റെ മുഖത്ത് ആഞ്ഞടിച്ച് ആളാണെങ്കിൽ അങ്ങനെ അടിച്ചു താഴെ വീഴും. അപ്പാപ്പനാണെങ്കിൽ അത് കണ്ട് ഒരു സെക്കൻഡ് ഷോക്കാവും. ഇവിടെ ആമത്തലയനാണെങ്കിൽ ലൂഫി അച്ചറും പൊച്ചറും ഷൂട്ട് ചെയ്യാണ്. ലൂഫി ഡാൻസ് ഒക്കെ കളിച്ച് അവന്റെ എല്ലാ അറ്റാക്കുകളിൽ നിന്ന് രക്ഷപ്പെട്ട് ഹോക്കി പവർ അത് കൈകളിലേക്ക് കൊണ്ടുവന്ന് ആ ബുള്ളറ്റ്സിനെ അച്ചറും പൊച്ചറും തെറിപ്പിച്ചു വിടുകയാണ്. ഇവിടെ അപ്പാപ്പന്റെ പുറകെ ആട് വില്ലൻ അവൻ ഓടിയെത്തും. ലൂഫി ആണെങ്കിൽ ഏതൊക്കെ ഭാഗത്തേക്ക് എങ്ങനെയൊക്കെ ഓടണമെന്ന് ആൾക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കും. ഇവിടെ ആമത്തലയനാണെങ്കിൽ നിർത്താതെ ഷൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ലൂഫി അവന്റെ ഹോക്കി പവർ ഉപയോഗിച്ച് അത് ചുറ്റുമുള്ള സെക്യൂരിറ്റീസിന് നേരെ ഡൈവേർട്ട് ചെയ്ത് വിടുകയാണ്. കൺട്രോൾ പോയ ആമത്തലയൻ ഇപ്പൊ ലൂഫി എങ്ങനെയെങ്കിലും ആ കോതയിൽ നിന്ന് പുറത്താക്കാനായി ലൂഫിക്ക് നേരെ കറങ്ങി വരും. ലൂഫി ആണെങ്കിൽ അപ്പോഴും അവനെ വെട്ടിത്തിരിപ്പിച്ച് ഓരോ ഭാഗത്തേക്ക് എടുത്തു ചാടുകയാണ്. അപ്പാപ്പന്റെ അവസ്ഥ അത് മോശമാണെന്ന് കണ്ട ലൂഫി ഇപ്പൊ അപ്പാപ്പന്റെ അടുത്തേക്ക് വന്ന് ആളെ താങ്ങിയെടുക്കും. അപ്പാപ്പനാണെങ്കിൽ ഇപ്പൊ കുറച്ച് കുറ്റബോധമൊക്കെ തോന്നും. കാരണം ലൂഫിയെ പ്രൊട്ടക്ട് ചെയ്യാനോ അവനെ തിരിച്ച് അവരെ അറ്റാക്ക് ചെയ്യാനോ ഡിഫെൻസ് ചെയ്യാനോ ഒന്നും കഴിയുന്നില്ല. ഞാൻ അവന് ഒരു ബേർഡനാണ്. അപ്പനാണെങ്കിൽ ലൂഫിയോട് പറയും, പ്ലീസ് എന്നെ ദയവ് ചെയ്ത് നീ ഇവിടെ ഇറക്കി വിടണം. ഇനിയും ഞാൻ നിനക്കൊരു ബേർഡനായിരിക്കുന്നത് ശരിയല്ല. അത് കേട്ട് ലൂഫി ആണെങ്കിൽ അപ്പാപ്പനെ നോക്കി ചിരിക്കും. എനിക്ക് നിങ്ങൾ ഒരു ബേർഡനല്ല, മറിച്ച് എൻ്റെ സ്ട്രെങ്ത് ആണ്. എനിക്ക് ഹെവി ആയിട്ട് ട്രെയിനിങ് ചെയ്യാൻ പറ്റിയൊരു ടൂളാണ് നിങ്ങളെന്ന് പറഞ്ഞ് ലൂഫി ആണെങ്കിൽ വീണ്ടും പൊരിഞ്ഞ അട്ടിയിടി ബഹളം. കട്ട് ചെയ്താ ഇപ്പോ ആ ഐലാൻഡിലുള്ള ജനങ്ങളെല്ലാവരും ഒരു പ്രസന്റെ മുൻപിൽ അങ്ങനെ കൂടി നിൽക്കുകയാണ്. ആക്ച്വലി അത് മറ്റാരുമല്ല, കാലില് മൂൺ സിമ്പിളുള്ള എല്ലാവരെയും അവർ ജയിലിൽ അടച്ചിരിക്കുകയാണ്. അവരുടെ റിലേറ്റീവ്സ് ആണ് ആ ജയിലിന് മുൻപിൽ തടിച്ചു കൂടിയിരിക്കുന്നത്. അവിടെയുള്ള സോൾജിയർ ആണെങ്കിൽ ഇപ്പൊ ദേഷ്യപ്പെട്ട് പറയും, നിങ്ങൾക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഒറോച്ചിക്കും കൈഡോയ്ക്കും എതിരായിട്ട് ഇങ്ങനെ സംഘടിക്കും. നിങ്ങൾ ചെയ്തത് വലിയ തെറ്റാണ്, അതിനുള്ളത് നിങ്ങൾ അനുഭവിച്ചേ പറ്റുമെന്ന് പറയും. ഉടനെ ഉള്ളിലുള്ളവരാണെങ്കിൽ വിളിച്ചു പറയും, ഇങ്ങനെ ഒരു സിമ്പിൾ ഇട്ടാ അപ്പൊ തന്നെ ഞങ്ങൾ എല്ലാവരും ഒറോച്ചിയെയും കൈഡോയും ചതിച്ചുവെന്ന് അതിനർത്ഥമുണ്ടോ? ആക്ച്വലി ഇതൊരു ഫേമസ് സിമ്പിളാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിട്ടത്. അടുത്ത നിമിഷം സോൾജിയർ ആണെങ്കിൽ അവരുടെ ആ നോട്ടീസ് അതിപ്പോ അവർക്ക് നേരെ കാണിക്കും. അത് കണ്ട് അവർ ഷോക്കാവുകയാണ്. കട്ട് ചെയ്ത ലോയുടെ 3 അസിസ്റ്റൻസ് അവരെ ആ വില്ലന്മാരെല്ലാവരും ചേർന്ന് പുറഞ്ച അടിച്ച് അവരുടെ ബോഡി മുഴുവൻ ഒരുപാട് പരിക്ക്. ആ കരടിയാണെങ്കിൽ ബാക്കിയുള്ള 2 പേരോടും ടെൻഷനായിട്ട് പറയും, നമ്മുടെ പ്ലാൻ അതെങ്ങനെയോ ലീക്കായി. ആക്ച്വലി നമ്മളല്ല ഇത് ലീക്ക് ചെയ്തതെന്നുള്ള സത്യം നമുക്കറിയാം. നമ്മുടെ മാസ്റ്ററും ബാക്കിയുള്ളവരും അത് വിശ്വസിക്കുമെന്ന് അറിയില്ല എന്ന് പറഞ്ഞ് അവൻ ടെൻസ്ഡ് ആവും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താ ഇവിടെ നമ്മുടെ ലൂഫി അവനാണെങ്കിൽ ആ ആമവില്ലന്റെ ഓരോ ബുള്ളറ്റിൽ നിന്നും ഹായിയായിട്ട് രക്ഷപ്പെടുകയാണ്. ലൂഫിക്കാണെങ്കിൽ അത് കുറച്ച് ഇഷ്ടമാവും. അവനങ്ങനെ ചാടിത്തുള്ളി അപ്പാപ്പനെ തോളത്തേറ്റി മുൻപോട്ടേക്ക് ഓടുകയാണ്.
ഇവിടെ നമ്മുടെ ക്വീൻ അവനാണെങ്കിൽ വീണ്ടും വീണ്ടും റെഡ് വൈൻ സോപ്പ് അതങ്ങനെ അണ്ടാവ് കണക്കിന് വരുത്തിച്ച് അത് കുടിച്ചു കൊണ്ടേയിരിക്കും. ഉടനെ ആമ വില്ലൻ അവനാണെങ്കിൽ കറങ്ങി കറങ്ങി ലൂഫിയെ അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. ലൂഫി ആണെങ്കിൽ നല്ല ഫോഴ്സിൽ ഓടി വന്ന് ആ ആമ വില്ലനെ ഞെട്ടിക്കുകയാണ്. ആ ഒരു ഇടിയിൽ ആമ വില്ലൻ തെറിച്ചു പോവും. രണ്ടു വില്ലന്മാരും കമ്പൈൻ ചെയ്ത് കോമ്പിനേഷൻ അറ്റാക്കായി ലൂഫിക്ക് മുന്നിലേക്ക് വന്ന് വീണ്ടും അവറ്റകൾ ഫോഴ്സിൽ കറങ്ങും. ലൂഫി ആണെങ്കിൽ അവറ്റകളെ പഞ്ച് ചെയ്യും. പക്ഷെ അവർ നല്ല ഫോഴ്സിൽ കറങ്ങുന്നതുകൊണ്ട് തന്നെ അവന്റെ പഞ്ചാണെങ്കിൽ കറക്റ്റായിട്ട് അവർക്ക് നേരെ ഏശില്ല. അവൻ ഒരു സെക്കൻഡ് കൈഡോയെ കുറിച്ച് ആലോചിക്കും. ഇതിലും 10 മടങ്ങാണ് കൈഡോയുടെ പവർ. സോ ഇതൊന്നും എന്റെ മുൻപിൽ ഒരു പവർ അല്ല എന്ന് പറഞ്ഞ് കളർ ഓഫ് ഒബ്സർവേഷൻ ഹോക്കി പവർ അതുപയോഗിച്ച് ഒരൊറ്റ ഇടി. ആ ഒരു ഇടിയിൽ കോമ്പിനേഷനായി വന്ന രണ്ടുപേരും രണ്ട് ഭാഗത്തേക്ക് തെറിച്ചു പോയി അടിച്ചു വീഴും. ലൂഫി ആണെങ്കിൽ അവരെ വീണ്ടും വീണ്ടും വെല്ലുവിളിച്ചുകൊണ്ടേയിരിക്കും. കാരണം ലൂഫിക്ക് ഇനിയും നല്ല രീതിയിൽ ട്രെയിനിങ് എടുത്ത് പവർഫുൾ ആവണം. അപ്പാപ്പനാണെങ്കിൽ ലൂഫിയോട് ചോദിക്കും, സത്യത്തിൽ നീ എന്താ ചെയ്യാൻ ശ്രമിക്കണേ? അതിന് ലൂഫി പറയും, ഞാൻ ട്രെയിനിങ് എടുക്കുകയാണ്. എനിക്ക് ഇതിലും സ്ട്രോങ് ആയിട്ടുള്ള ഓപ്പണൻസ് വേണം. ഓഫ് ഹോക്കി പവർ അതുപയോഗിച്ച് ടച്ച് ചെയ്യാതെ തന്നെ എൻ്റെ ഓപ്പണൻസിനെ എനിക്ക് തെറിപ്പിച്ച് കളയണം. അതാണ് എൻ്റെ എയിം. അപ്പാപ്പനാണെങ്കിൽ അത് കേട്ട് ഞെട്ടും. കാരണം ലൂഫി ഇപ്പോൾ ഉള്ളത് മരണത്തിന്റെ നടുവിലാണ്. അവൻ ആ സമയത്ത് പോലും ട്രെയിനിങ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഭ്രാന്ത് പിടിച്ച മനുഷ്യനെ അപ്പാപ്പൻ ഇതുവരെ കണ്ടിട്ടില്ല. ആൾ ആകാംക്ഷയോട് കൂടെ ലൂഫിയെ തന്നെ നോക്കും. അതേസമയം ആ വില്ലന്മാര് ഇവരാണെങ്കിൽ വീണ്ടും വമ്പൻ ആക്ഷനും വെപ്പൻസ് ഒക്കെ ആയിട്ട് എഴുന്നേറ്റ് ലൂഫിക്ക് നേരെ വരും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ നോർത്തേൺ ഐലാൻഡ് കാണിക്കുകയാണ്. അവിടെ നമ്മുടെ സോറോ അവനാണെങ്കിൽ ഇപ്പൊ പതിയെ കണ്ണു തുറക്കും. അവൻ ചുറ്റും നോക്കും. അവന്റെ കയ്യിലും ബോഡിയിലും ഒക്കെ ഒരുപാട് മെഡിസിൻസ് ഒക്കെ അപ്ലൈ ചെയ്തിരിക്കുകയാണ്. അവനെ ശുശ്രൂഷിക്കുന്നത് മറ്റാരുമല്ല വിശ്വസുന്ദരിയും കുഞ്ഞിപ്പെണ്ണും. ചോറോ ആണെങ്കിൽ ഷോക്കായിട്ട് ഞെട്ടി എഴുന്നേക്കും. എന്റെ സ്ക്വാഡ് അതെവിടെ പോയി? എനിക്ക് എന്റെ സ്ക്വാഡ് അത് എത്രയും വേഗം പിടിക്കണം. അതിനെ കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ ടെൻഷനായിട്ട് പറയും, നിങ്ങൾ എന്തായി ചെയ്യണേ? ഇങ്ങനെ ചാടി എഴുന്നേറ്റ നിങ്ങളുടെ ബോഡിയിലുള്ള സ്റ്റിച്ച് അതെല്ലാം പൊട്ടി വീണ്ടും മുറിവുകൾ കണ്ടീഷനിലേക്ക് പോകും. ഒരല്പസമയമെങ്കിലും നിങ്ങൾ പ്രോപ്പറായിട്ട് റെസ്റ്റ് എടുത്തേ പറ്റൂന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ചേർന്ന് കൺട്രോൾ ചെയ്ത് അവിടെ കിടത്താനായിട്ട് ശ്രമിക്കുകയാണ്. സുന്ദരിയാണെങ്കിൽ ഇപ്പൊ സോറോട് താങ്ക്സ് പറയും. താങ്ക് യു വെരി മച്ച്. നിങ്ങൾ കറക്റ്റ് സമയത്ത് വന്നതുകൊണ്ടാണ് അവന്റെ കയ്യിൽ നിന്ന് ഞങ്ങളുടെ രണ്ടുപേരുടെയും ജീവൻ രക്ഷിക്കാനായത്. നിന്നോട് എത്ര നന്ദി പറഞ്ഞാലും ഞങ്ങൾക്ക് മതിയാവില്ല. സോറോ ആണെങ്കിൽ അതിന് ക്യാഷ്ലായിട്ട് പറയും, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ എൻ്റെ കടമ മാത്രമാണ് ചെയ്തത്. എനിക്കിപ്പോ ആ ഉണ്ടപ്പനെ കണ്ടെത്തണം. അവന്റെ കയ്യിൽ നിന്ന് എന്റെ സ്ക്വാഡ് അത് തിരികെ പിടിക്കണമെന്ന് പറഞ്ഞ് സോറോ വീണ്ടും എഴുന്നേക്കും. അതിന് വിശ്വസുന്ദരിയാണെങ്കിൽ അയ്യോ ഇല്ല, ഇങ്ങനൊരു അവസ്ഥയിൽ നിങ്ങൾ പോകാൻ പാടില്ല എന്ന് പറഞ്ഞ് സോറോയുടെ പെയിനുള്ള കൈ തന്നെ പിടിച്ച് അവൾ വലിക്കാണ്. സോറോ വേദനയിൽ ഓ എന്ന് ഉച്ചത്തിൽ നിലവിളിക്കും. വിശ്വസുന്ദരിയാണെങ്കിൽ കൺട്രോൾ ചെയ്ത് ഇപ്പൊ സോറോയെ അവിടെ പിടിച്ച് കിടത്തുകയാണ്. അതിനുശേഷം പെണ്ണാണെങ്കിൽ ഉസോപ്പിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ ആ ഒരു മെഡിസിൻ ഇപ്പൊ സോറോയുടെ ബോഡിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കും. അല്പസമയം കഴിഞ്ഞ് ഇപ്പൊ വിശ്വസുന്ദരിയും കുഞ്ഞിപ്പെണ്ണും അവർ രണ്ടുപേരും ചേർന്ന് സോറോയ്ക്ക് കഴിക്കാൻ ഫുഡൊക്കെ കൊടുക്കും. നീ ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. നിന്റെ സ്ക്വാഡ് അടിച്ചു മാറ്റിയ ഉണ്ടപ്പൻ അവൻ എപ്പോഴും ആ ബ്രിഡ്ജിൽ തന്നെ കാണും. നിനക്ക് സാവകാശം അവന്റെ അടുത്തേക്ക് പോയി അത് തിരികെ വാങ്ങാം. അതിന് സോറോ ആണെങ്കിൽ ഇപ്പൊ അവളോട് ചോദിക്കും, നിങ്ങൾ എന്തിനാ ആ ഒരു പ്ലാസ്റ്റർ വില്ലനെ കണ്ട് ഓടി ഇവിടേക്ക് വന്നേ? നിങ്ങളും അവനുമായിട്ട് എന്താ പ്രശ്നം? അതിനവള് പറയും, ഒറോച്ചിയെ ഞാൻ വെറുപ്പിച്ചു. അതിന്റെ റിവെഞ്ചിന് അവൻ എന്നെ കൊല്ലാനായിട്ട് വന്നതാണ്. ചുന്ദരി പെണ്ണാണെങ്കിൽ ഇപ്പൊ സോറോയെ വ്യക്തമായിട്ട് നോക്കും. അവൾക്ക് മനസ്സിലാവും അവൻ ഈ ഐലാൻഡിലുള്ള ആരും തന്നെ അല്ല. ഈ ഐലാൻഡിനെ കുറിച്ച് അവന് കാര്യമായിട്ട് ഒന്നും തന്നെ അറിയില്ല. അവൻ പുറത്തു നിന്ന് വന്നവനാണ്, ഒരു നല്ല ആളാണ്. സോ അതുകൊണ്ട് തന്നെ അവളിപ്പോൾ അവനോട് പറയും, നിനക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ എന്നെ ഒന്ന് സഹായിക്കോ? 20 വർഷം മുൻപ് കാണാതെ പോയ എൻ്റെ ചേട്ടനെ അദ്ദേഹത്തെ കണ്ടെത്തണം. എൻ്റെ എൽഡർ ബ്രദർ അത് മറ്റാരുമല്ല, സാക്ഷാൽ മൊമന്റോസ്കി. അത് കേൾക്കേണ്ട താമസം. സോറോ അവൻ ഷോക്ക് ആവുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.